സംഘടനയുടെ 90 ചില്ലാനം വർഷത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ സംഘടന ഇവിടെ ഏതെങ്കിലും നിലക്കുള്ളതായ ഒരു ഭീകരത പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഒരു തീവ്രത പ്രവർത്തനത്തിനോ ഇവിടെ ആഹ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെങ്കിലും പ്രേരിപ്പിക്കുകയോ ഇതുവരെ ഈ സംഘടന ഇവിടെ ചെയ്തിട്ടില്ല. മതസൗഹാർദ്ദമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ഇവിടെ ഈ കേരളത്തിൽ കാണുന്ന ഈ മതസൗഹാർദ്ദത്തിനുള്ള കാരണം ഈ സംഘടനയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന സംഘടനയാണ്. ഏതെങ്കിലും ഒരു മഹല്ലത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുഭാവികളെ ഏതെങ്കിലും നിലക്കുള്ള ഫിത്നകൾ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ പരിശോധിച്ചു നോക്ക്. എവിടെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു കുഴപ്പമുണ്ടാക്കാത്ത നമ്മളാളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പോലീസുകാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മളെ നിരപരാധികളാവുന്നതായ നമ്മളാളുകളെ പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലൊക്കെ കൊണ്ടേ അടക്കുക എന്ന് പറഞ്ഞത് അതൊക്കെ നമ്മൾ അതിനെതിരിൽ പ്രതികരിക്കാത്തത് നമ്മളൊരു ദൗർബല്യമായും കൊണ്ട് ആരും മനസ്സിലാക്കരുത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ അതിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മഹല്ലിൽ കുഴപ്പമുണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ളതായ ഫിത്നക്ക് മുതിരുകയോ നമ്മളിതുവരെ ചെയ്തിട്ടില്ല. അത് നമ്മളെ ലക്ഷ്യമല്ലത്. മഹല്ല് ശിഥിലീകരണം അത് നമ്മളിൽ നിന്ന് ഇതുവരെ നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. മഹല്ല് 99.3% മഹല്ലുകളും നമ്മളെടുത്താം. പിന്നെ ഇതിനെ മഹല്ല് ശിഥീകരണം നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ മഹല്ല് ശിഥീകരണം നടത്തുകയാണെന്ന് ചില ആളുകൾ പറഞ്ഞു. നമുക്കെന്താ മഹല്ല് ശിഥീകരണം? അതൊരു വിഡിത്തല്ലേ. മഹല്ല് ശിഥീകരണം നടത്തേണ്ട ഒരു ആവശ്യം നമ്മൾക്കുണ്ടോ? എല്ലാ മഹല്ലുകളും നമ്മളൊപ്പല്ലേ. പിന്നെ സമസ്തക്ക് ഇവിടെ മഹല്ലുണ്ടോ എന്ന ചോദ്യം. സമസ്തന്റെ മഹല്ല് തന്നെ സമസ്തന്റെ അനുഭാവികളുള്ളത് സമസ്തന്റെ മഹല്ല് തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ മഹല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. കാരണം അവർക്ക് മഹല്ലില്ല. ആ ചോദിക്കണവർക്ക് അത് കേക്ക് ഭാഗത്തുള്ള ഏതൊരു സംഘടനയാണ്, അവർക്ക് മഹല്ലില്ല. അപ്പൊ അവർക്ക് പറയാം ഞങ്ങൾക്ക് ഇവിടെ മഹല്ലുണ്ടോ എന്ന്. നിങ്ങൾക്ക് മഹല്ലില്ല, അത് ശരിയായിരിക്കും. സമസ്തക്ക് മഹല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ മഹല്ലുകളൊക്കെ കേരളത്തിലുള്ളതായ 99.3% മഹല്ലുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ മഹല്ലുകൾ തന്നെയാണ്. പിന്നെ സമസ്തന്റെ മദ്രസയിൽ ആരാണോ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് അതിന്റെ നിയമങ്ങളൊക്കെ അതൊക്കെ തീരുമാനിക്കേണ്ടത് സമസ്തയാണ്. അപ്പൊ സമസ്ത തീരുമാനിക്കുന്നതായ നിയമങ്ങൾക്ക് വിധേയമായവരാണ് അവിടെ പഠിപ്പിക്കേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് അതിന്റെ ആനുകൂല്യമൊന്നും കിട്ടൂല. അപ്പൊ അതിനൊന്നും പിന്നെ ഇളകിയിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ സംഘടനന്റെ എതിരില് ഇങ്ങനത്തതായ ബാലിശമാവുന്നതായ എന്തെങ്കിലും നിലക്കുള്ളതായ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടിട്ട് അതിനെതിരിൽ ആര് പ്രവർത്തിച്ചാലും ആ പ്രവർത്തനമൊന്നും ഒരു കാലത്തും വിജയിക്കൂല. അത് വിജയിച്ചിട്ടില്ല. അത് വിജയിക്കാനുള്ളതായ ഏതെങ്കിലും നിലക്കുള്ളതായ അത് വിജയിക്കാൻ മഹാന്മാരാവുന്നതായ നമ്മുടെ മശായിഖന്മാരെ അനുവദിക്കുകയില്ല എന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതായ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്